എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് കരയുന്നതിൽ അർത്ഥമില്ല. എനിക്കറിയാം ഇതിന്റെ അവസാനം എന്താണെന്ന്. എന്റെ കാർത്തിയേട്ടന് എന്നേക്കുമായി എന്നിൽ നിന്ന് ദേവി തന്നെ അകറ്റും. ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ ഒരു വാർത്ത എന്റെ കാതിലെത്തുന്നതിന് ഒരു നിമിഷം മുൻപ് എനിക്ക് ലോകം വിട്ടു പോണം. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഇവിടെ വരാനും എന്റെ സങ്കടങ്ങൾ പറയാനും മീനാക്ഷി ഉണ്ടാവില്ല. സത്യം. ദേവിയോട് എന്തോ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി ചേച്ചി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന്. എനിക്ക് മനസ്സിലായതുപോലെ തന്നെ ദേവിക്കും മനസ്സിലായിട്ടുണ്ട്. പരിഹാരം ഉടനെ ഉണ്ടാവും. അത് തന്നെ മോളെ എന്റെ വിശ്വാസം. അങ്ങനെ പരിഹാരം ആയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്വയം ജീവിതം ഇല്ലാതാക്കും അല്ലേ? എനിക്കെങ്ങനെ മനസ്സിലായെന്നാണോ? ഇപ്പൊ ദേവിയോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇപ്പോഴുള്ള തോന്നലൊക്കെ മനസ്സിൽ നിന്ന് കളയും. ചേച്ചിയുടെ കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥന ദേവി കേട്ട് കഴിഞ്ഞു എന്ന് തന്നെ കൂട്ടിക്കോ. ഇപ്പോഴുള്ള പ്രശ്നം എന്തു തന്നെ ആയാലും അതോർത്ത് വിഷമിക്കുന്നതല്ല അതിനുള്ള പരിഹാരം. അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, അതുപോലെ കേക്കോ. എന്താ? ദാ അവിടെ ഇരിക്കുന്ന ആ സിദ്ധനെ കണ്ടോ? അദ്ദേഹത്തോട് സംസാരിച്ചു കഴിയുമ്പോ ഈ അവസ്ഥയൊക്കെ മാറും. ആശ്വാസവും കിട്ടും. അദ്ദേഹം പറയുന്ന വാക്കുകളില് എനിക്ക് ആശ്വാസം കിട്ടില്ല കുട്ടി. എന്റെ വിഷമവും എന്റെ അവസ്ഥയും വേറെയാണ്. അതാർക്കും മനസ്സിലാവില്ല. എങ്കിലും എന്റെ ദേവിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാ.